ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അടുത്ത പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതിൽ ഞാനിപ്പോൾ ആദ്യം ഹോൾ നമ്പറിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഹോൾ നമ്പർ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻറ്റീജേഴ്സിലേക്ക് പോകാം. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി? ഇത് കണ്ടോ, 16 × 10+2. ഇപ്പം നമ്മൾ ചെയ്യുവാണ്, പെട്ടെന്ന് എങ്ങനെ ചെയ്യുന്ന നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ പറഞ്ഞ അനുസരിച്ച് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യും. 16 ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം? 16 കഴിഞ്ഞ് ബ്രാക്കറ്റ് വന്നാൽ എന്നാ അർത്ഥം മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ 16 × 10+2 എത്രയാണ്? 12 ആണ്. നമ്മളതിൽ എന്നാ ചെയ്യും? 16നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടെ. 12 ഇഷ്ടമാണ് 3 192 കിട്ടും. മനസ്സിലായോ? ഇത് നമ്മൾ സാധാരണ പെട്ടെന്ന് ചെയ്യും, ഇങ്ങനെ ചെയ്തെടുക്കും ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ. ഓക്കെ, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അങ്ങനെ ചെയ്ത്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒരുമിച്ച് കിടക്കുന്നവർ. അപ്പോൾ എന്താ ചെയ്യുന്നറിയാവോ? ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇവരെ തമ്മിൽ ആദ്യം ഇത് ബ്രാക്കറ്റല്ലേ കിടക്കുന്നത്? ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഇവരെ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഇവരെ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം എന്താ എഴുതാം? 16 × 10. ഓക്കെ, ഒരുമിച്ചായി. പിന്നെ ഈ കിടക്കുന്ന സൈൻ പ്ലസ് പിന്നെ എന്നാണ് 16 × 2. ഓക്കെ, ആദ്യം 16 × 10 എത്രയാണ്? 160 പ്ലസ് ഇനി 16 × 2 എത്രയാ? 32 ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര വരും? 192. കണ്ടോ മക്കളെ, സെയിം ആൻസർ തന്നെ കിട്ടി. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതന്നെ എത്ര വലിയ പാടാണ്, ഇങ്ങനെ ചെയ്താൽ സെയിം അല്ലേ, പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ എന്ന്. ഇത് ചെറിയ പ്രോബ്ലത്തിൻ്റെ കേസ്. ഇത് ചെറിയ സംഖ്യകളായിരുന്നു. വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഒരു ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു എളുപ്പവഴിയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ നമ്പറിന്റെ കേസിൽ സെയിം ആണല്ലോ, അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ നേരെ ചെയ്തപ്പോഴും 192 കിട്ടി. നമ്മളൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോഴും നമുക്ക് എന്നാ തന്നെ കിട്ടി? 192 തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഇൻറ്റിജേഴ്സിനെ പറ്റിയാണല്ലേ. അപ്പോൾ ഹോൾ നമ്പർ എക്സാമ്പിൾ പറയുന്ന കേട്ടോ. അപ്പോൾ ഹോൾ നമ്പേഴ്സിൽ ഇത് അംഗീകരിക്കുന്നുണ്ടോ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. സോറി, ഇൻറ്റിജേഴ്സിൽ അംഗീകരിക്കുന്നുണ്ടോ നോക്കട്ടെ. അംഗീകരിക്കുമായിരിക്കും അല്ലേ, നോക്കാം. എനിക്ക് -2 ഇൻറ്റു നെട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, -2 ബ്രാക്കറ്റ് ഇട്ടാൽ തന്നെ ഇൻറ്റു എന്ന്. അപ്പോൾ ഞാനിവിടെ ഇൻറ്റു ഇട്ടു. × 3 + 5. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിക്ക് നമ്മുടെ ഫോർമുല ഇതാണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇതാണ്, ഇത് ഓർത്തിരിക്കുക. നമ്മൾ അഡീഷൻ്റെ ചെയ്യുന്നത് കേട്ടോ. A × B + C എന്ന് പറഞ്ഞാൽ ആദ്യം എന്നാ ചെയ്യണം? A × B + A × C. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ തെറ്റിപ്പോകരുത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇത് തൊട്ടും പോകുമ്പോൾ പഠിച്ചത് അസോസിയേറ്റ്. അവർ വിട്ട് കിടന്നവരെയൊക്കെ ഈ രണ്ടുപേരെ വീതം ഗ്രൂപ്പ് ചെയ്ത് പോകുന്നു. അത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ എല്ലാം അതിനുണ്ട്. അതേപോലെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും ഇതുപോലെ തന്നെ എല്ലാത്തിനും ഉണ്ട്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്നാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ അഡീഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിൻ്റെ കൂട്ടത്തിൽ അത് എന്താണ്? അഡീഷനും കൂടാണ്. അവിടെ എഴുതിയിട്ടേക്കട്ടെ, ഡിസ്ട്രിബ്യൂട്ടീവ് എഴുതണ്ടേ? ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. എന്താ അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഏതിനകത്താ? അഡീഷനകത്താണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം അല്ല ചെയ്ത് നോക്കാവേ. നമ്മൾ പറഞ്ഞതനുസരിച്ച് ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം അല്ലേ. -2 ഇട്ടു. 5 + 3 എത്രയാണ്? സൈൻ പ്ലസ് ആണല്ലോ, 8. ഓക്കെ, ഇനി 8 × 2 16. ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പോൾ എത്രയാണ്? പ്ലസ് × മൈനസ് എത്രയാണ് മക്കളെ? -16 എന്ന് വന്നു. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലാണ് ചെയ്തത്. അല്ല, നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നതനുസരിച്ച് ചെറുതായിട്ട് അങ്ങ് ചെയ്തു. ഇനി ഞാൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലായിട്ട് ഇത് ചെയ്ത് നോക്കുവാണേ. ആദ്യം ഇവരെ തന്നെ ചെയ്യണം, ഇവർ തമ്മിൽ അല്ലേ. -2 × 3 ഒരു ബ്രാക്കറ്റ്. അത് കഴിഞ്ഞ് ഏത് സൈൻ കൊടുക്കണം? പ്ലസ് സൈൻ. ഇത് ഇവിടുത്തെ. പിന്നെ ഇനി അടുത്ത തന്നെ ഇവർ തമ്മിൽ അല്ലേ. -2
-2 ഇൻറ്റു 5. ഓക്കെ, ചെയ്ത് നോക്കിയേ. 2 ഇൻറ്റു 3 6. -2 + 3. മൈനസും പ്ലസും മൾട്ടിപ്ലൈ തന്നെ മക്കളെ വരുന്നത്. പിന്നെ എഴുതിയിടണം ഇവിടെ. മൈനസ് പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മൈനസ് ആയിരിക്കും അല്ലേ? അപ്പം -6 പ്ലസ് 5 ഇൻറ്റു 2 10. സൈൻ എന്നാ മൈനസും പ്ലസും -10. കണ്ടോ, രണ്ട് മൈനസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നു. രണ്ട് മൈനസ് തമ്മിൽ ആഡ് ചെയ്താൽ എന്നാ ചെയ്യും? ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് സൈൻ കൊടുക്കും? മൈനസ്. എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 10 + 6 16. എന്നിട്ട് ഏത് സൈൻ കൊടുക്കും? -16. കിട്ടിയല്ലോ. നമ്മൾ അല്ലാതെ ചെയ്തപ്പോഴും -16 കിട്ടി. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്തപ്പോഴും നമുക്ക് എന്നാ കിട്ടി? -16 തന്നെ കിട്ടി. അപ്പൊ ഇൻഡിജേഴ്സും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ടല്ലേ? ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും പറയുന്നത്. -4 ഇൻറ്റു -2 + 7. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ചെക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ ആക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് എങ്ങനെ ചെയ്യുന്നത്? ഇവർ തമ്മിൽ -4 ഇൻറ്റു -2. എന്നിട്ട് ഏത് സൈൻ ഇടും മക്കളെ? ഈ സൈൻ. പ്ലസ് പിന്നെ ഏതിടും? -4 ഇൻറ്റു 7 ആണോ? ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തേ. 4 ഇൻറ്റു 2 8. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ്. ഓക്കെ, എന്നിട്ട് ഈ സൈൻ പ്ലസ്. ഇനി 7 ഇൻറ്റു 4 28. എന്നിട്ട് ഇവിടെ എന്താണ്? മൈനസും പ്ലസും കൂടെയാണ് മൾട്ടിപ്ലിക്കേഷൻ. ആൻസർ മൈനസ്. ഞാനിപ്പോൾ ഇനി എടുത്ത് പറയണോ? ഇങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചിപ്പോ കേട്ടോ. ഇത് +8 ആണ്, ഇത് -28 ആണ്. ഒരു പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്ത് വന്നാൽ സബ്ട്രാക്ട് ചെയ്യും. 28 ൽ 8 പോകാൻ 20. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കും? വലിയ സൈൻ. വലിയ സൈൻ ആണ് -20. കണ്ടോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്തത്. ഇനി അല്ലാതെ ചെയ്തപ്പോഴും ആൻസർ സെയിം ആണോന്ന് അറിയണ്ടേ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ആദ്യം എത്രയാ? -4 ഉണ്ടായിരുന്നു ഇൻറ്റു ഇവര് നമ്മൾ ചെയ്തേ 7 + -2. 7ഉം -2ഉം ഒരു പ്ലസും മൈനസും വന്നാൽ ആഡ് ചെയ്യാൻ വന്നാൽ സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് കൊടുക്കും? വലിയവരുടെ സൈൻ. വലിയവരാരാ? 7 അല്ലേ? 7ന്റെ സൈൻ എന്നാ? പ്ലസ് അല്ലേ? ഇനി വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ. 20. കണ്ടോ, ഒരു മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -20 വന്നു. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ അവർ അംഗീകരിക്കുന്നുണ്ടല്ലേ? സോറി, അസോസിയേറ്റീവ് അല്ല. ഏത് പ്രോപ്പർട്ടിയാ മക്കളെ പറഞ്ഞാൽ? എനിക്ക് തെറ്റിപ്പോയി. ഏതാ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അവർ അംഗീകരിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൂടെ തരട്ടെ, ചെയ്ത് കാണിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പ്രോബ്ലംസ് വരും കേട്ടോ. -8 ഇൻറ്റു -2 + -1. ഇതാണ് ഈ പ്രാവശ്യം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ചെയ്യാൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആദ്യം ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലാതെ ചെയ്ത് നോക്കാം. ഏതാണ്? ആദ്യം -8 സൈൻ എന്നാണ് ഇൻറ്റു ഇവർ തമ്മിൽ ചെയ്തേ. രണ്ട് മൈനസ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നു. രണ്ട് മൈനസ് ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്തിട്ട് എന്നാ സൈൻ കൊടുക്കും മക്കളെ? നമ്മള് മൈനസ് സൈൻ അല്ലേ? ഞാൻ എഴുതിയിടണം. എനിക്കത് പറയുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോയോന്ന് തോന്നില്ല. രണ്ട് മൈനസ് ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്യണം. എന്നിട്ട് എന്നാ സൈൻ കൊടുക്കണം? മൈനസ് സൈൻ കൊടുത്തു. ഇനി ഇവര് മൾട്ടിപ്ലിക്കേഷനാ. 24 രണ്ട് മൈനസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സൈൻ ആകും? പ്ലസ് സൈൻ. കണ്ടോ? +24. ഇനി ഒന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കാം. ഡിസ്ട്രിബ്യൂട്ട് എങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ -8 ഇൻറ്റു -2 ആദ്യം വരും. മൈനസ് വാല്യൂസ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതൊരാള്. പിന്നെ ഏത് സൈൻ കൊടുക്കണം? ഈ സൈൻ, പ്ലസ് സൈൻ. പിന്നെ എന്നാ എഴുതണം? -8 ഇൻറ്റു -1 അല്ലേ? -8 ഇൻറ്റു -1 മൾട്ടിപ്ലൈ ചെയ്തേ. മൾട്ടിപ്ലിക്കേഷൻ 8 ഇൻറ്റു 2 16. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്നാ വരും? പ്ലസ്. ഈ സൈൻ കൊടുത്തു. 8 ഇൻറ്റു 1 8. രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ അപ്പൊ എത്ര വരും? 16 + 2 രണ്ടും പ്ലസ് ആണ്. 24 24. കിട്ടിയല്ലോ. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിക്ക് കോമൺ ആയിട്ട് നമുക്ക് എന്നാ എഴുതാം? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിക്ക് A ഇൻറ്റു
ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബി പ്ലസ് സി അല്ലെ, അഡീഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് ഈ സൈൻ ആണ്, പിന്നെ എ ഇൻറ്റു സി. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ ഫോർമുല, അല്ലെ ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല. മനസ്സിലായോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ അഡീഷൻ. 2 ട്രൈ ദീസ് കൊടുത്തിട്ടുണ്ട് മക്കളെ, അത് ഞാൻ അവസാനം ഒരുമിച്ച് ചെയ്ത് കാണിക്കാം. ഇത് അഡീഷൻ്റെ, ഇനി സബ്ട്രാക്ഷൻ്റെ കൂടെ ചെയ്തിട്ട് രണ്ടും കൂടെ ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, ഇത് കാണണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾ അതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്ക് ഇതിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്, അപ്പം മനസ്സിലാക്കി ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്